ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ്. ഒരു കൂട്ടം ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വിശുദ്ധ അന്തോണീസ് പ്രസംഗിക്കുവായിരുന്നു. അപ്പോൾ ഒരാൾ വിശുദ്ധ അന്തോണീസിനെ വെല്ലുവിളിച്ചു. ഓസ്തിയിലധികരിക്കുന്നത് ഈശോന്റെ ശരീരം ആണെന്ന് തെളിച്ചാൽ കത്തോലിക്ക വിശ്വാസം ജീവിച്ചു കൊള്ളാം. അതിനുവേണ്ടി എന്റെ കരുതേനെ ഞാൻ 3 ദിവസം പട്ടിണിക്കിടും. 3-ാം ദിവസം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വസന കാണിക്കും. അപ്പോൾ വിശുദ്ധ അന്തോണീസ് തിരുവോസിയുമായി കരുതേന്റെ മുമ്പിലേക്ക് വരണം. അപ്പോൾ കൈത തിരുവോസിയുമായി നോക്കുന്നെങ്കിൽ കത്തോലിക്ക വിശ്വാസം ജീവിച്ചു കൊള്ളാം. ആ ദിവസം എത്തി. വിശുദ്ധ അന്തോണീസ് കൈതയോട് തിരിഞ്ഞു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. അപ്പോൾ കൈത തന്റെ കാലുകൾ മടക്കി ദിവ്യകാരുണ്യത്തെ വണങ്ങി. ഈശോന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം അത്ഭുതകരമാണ്. അത് ഈശോ തന്റെ സഭയ്ക്ക് നൽകിയ സമ്മാനമാണത്. അത് വിശദീകരിക്കാത്ത ഒന്നാണത്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാക്കട്ടെ. ആമേൻ.